അഴിക്ക്. ഇവിടെ വെച്ചാ അഴിക്കാൻ പറഞ്ഞ അഴിക്കണം. ബുദ്ധിമുട്ടാണ്. ഒരു തടി. എന്തോന്ന്? നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി. ഓ, അതായിരുന്നോ? നീ എന്താ വിചാരിച്ച? അല്ല, പെട്ടെന്നൊക്കെ ഊരി തരാൻ പറഞ്ഞപ്പോ. അഴിക്കാത്ത താലി എടുക്കടി. ഏത് താലിയാ വേണ്ടത്? നിന്റെ കയ്യിൽ എത്ര താലിയുണ്ട്? അഭ്യാസം ഇറക്കലുണ്ടല്ലോ, കേട്ടിക്കളഞ്ഞാൻ. എന്റെ ഭർത്താവ് ദത്തേട്ടൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയാ ഞാൻ ചോദിച്ചത്. അതെങ്ങനെ നിങ്ങളുടെ ഭർത്താവും? താലി കെട്ടിക്കഴിഞ്ഞാ പിന്നെ അത് എന്റെ ഭർത്താവല്ലേ? തുറക്കത്തിനും പറയുന്നോടി. ഈ താലി കെട്ടിച്ചു തന്നത് ഞാനല്ലേടി? അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ അതിന് ഇത്രയും ബലവും. അങ്ങനെ നീ ഇപ്പൊ ബലപ്പിക്കണ്ട. മര്യാദയ്ക്ക് ആ താലി അഴിച്ചാടി. അഴിച്ചു തരാൻ അതെന്റെ കഴുത്തിലൊന്നും ഇല്ലല്ലോ ചേച്ചി. നീ എന്താ അടുത്ത് വിറ്റോ? ഞാനത് വിറ്റിട്ടും ചുട്ടിട്ടൊന്നുമില്ല. പിന്നെ അതിവിടെ എവിടെയെങ്കിലും കാണും. എന്ന് നോക്കിയെടുത്ത് താടി. എന്താ പറഞ്ഞത് കേട്ടില്ലേ? കത്തി മാറ്റ്. താലി എടുത്തു തരാൻ. അല്ല, ചേച്ചിക്ക് എന്താ പെട്ടെന്നൊരു മനം മാറ്റം? അയ്യോ, എന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. എന്നോടല്ലാതെ വേറെ ആരോടോ പറയണ്ടേ? ഞാനല്ല ഈ കഥയിലെ ബലിയാട്. ചുമ്മാ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തി ഊണില്ലാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നീ അതിൽ കുറച്ചുണ്ടാ മതി. മര്യാദയ്ക്ക് താലി എടുത്താടി. ഞാനൊന്ന് നോക്കട്ടെ, അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവുമെന്നോ? അപ്പൊ ഒരു താലിയോട് നിനക്ക് അത്ര ഉത്തരവാദിത്തമേ ഉള്ളൂ അല്ലേ? ഈ കണക്കിന് ശരിക്കും എന്റെ ഭർത്താവിനെ ഞാൻ നിനക്ക് തന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ആ മനുഷ്യന്റെ ഗതി? അപ്പൊ ശരിക്കും തന്നതല്ലേ? ഒന്നോടെ ഞാൻ നടക്കടി. നടക്ക്. ഇവിടെ അടി. അവിടെ വരെ നോക്ക്. നോക്ക്. എവിടെയാന്ന് വെച്ചാ എടുത്തതാ. ഞാനത് എവിടെയാ വെച്ചത്? അത് എന്നോടാണോ ചോദിക്കുന്നേ? തപ്പടി. കിട്ടിപ്പോയി. ഇങ്ങോട്ട് താടി. ഇവിടെ കഴിഞ്ഞുവല്ല. എല്ലാന്ന് വെച്ചാ നീയും എന്റെ ഭർത്താവുമായിട്ടുള്ള എല്ലാ ബന്ധവും. അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ. ഇനി നീ എന്റെ ഭർത്താവിനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. അപ്പൊ പിന്നെ എനിക്ക് ഓഫീസിൽ പോകണ്ടേ? നീ ഓഫീസിൽ പോകുന്നത് ജോലി ചെയ്യാനല്ലേ, എന്റെ ഭർത്താവിനെ കാണാനല്ലല്ലോ. അദ്ദേഹം അവിടുത്തെ സുപ്പീരിയർ ഓഫീസർ ആണല്ലോ. അപ്പൊ പിന്നെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ നോക്കണ്ടേ? വേണ്ട, നീ കണ്ണടിച്ച് പിടിച്ചാ മതി. ഒരുപാട് അഭ്യാസം ഇങ്ങോട്ട് ഇറക്കലുണ്ടല്ലോ. നീ എന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു ക്രിമിനൽ എന്റെ ഉള്ളിലുണ്ട്. തീർത്ത് കളയും ഞാൻ. അയ്യോ,